എന്തെങ്കിലും അങ്ങേക്കെതിരായിക്കൊണ്ടോ മറ്റോ ഞങ്ങൾ ചെയ്തിട്ടില്ല. മറുപതിക്കാരൻ ആരെങ്കിലും കഥ കേട്ടിട്ടൊരു ഷെയ് പിഴച്ചെങ്കിലോ, ഇനി മറുകരയിൽ നിന്ന് ആരെങ്കിലും വന്നുകൊണ്ട് അങ്ങയോട് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അങ്ങയോടെങ്കിലും അപവാദങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിഴച്ചോരന്തിനം തന്നെ കൊല്ലപ്പെട്ട് അവർ കൊല്ലപ്പെട്ടില്ല പ്രഭു, അവർ ആ ദിവസം തന്നെ കൊല്ലപ്പെട്ടല്ലോ. പിറകാടൽ വരുന്നെങ്കിൽ എന്തും കേട്ട് അതിനുശേഷവും ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നു എന്ന് അങ്ങ് ഇന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വല്ലാത്ത ഒരു സങ്കടമാണ് എന്ന് സഹോദരിമാർ പറയുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബഷിക്കെങ്കിൽ മറുതിക്കിൽ പോവാതുക്കും മതി തേടി അത് കില്ലിൻ പാക്കും കഴികൊണ്ട് പിരിയാമൽ പാർത്തപ്പോൾ കലകത്ത് കുമൈ ബന്ധൂറാകുന്നിപ്പോൾ അഴിക്കാതെ ചതി നമ്മൾ ചെയ്തതല്ല അതിനേതും നമ്മകളിൽ പിഴച്ചിട്ടില്ല. അപ്പോ വഴിക്കെങ്കിൽ മറുതിക്കിൽ പോവലൊക്കും. ഇനി നിങ്ങൾ ഞങ്ങളുടെ താമസിക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ പ്രഭു. മതി തേടി അത് ഏകൽവാക്കും, അതിന് നിങ്ങൾ പോവണ്ട എന്നല്ല ഞങ്ങളോട്. കഴികൊണ്ട് തിരിയാമൽ പാർത്തതപ്പോൾ ഗലകത്തുക്കുമേ ബന്ധു റാകുന്നിപ്പോൾ അത് കേട്ടിട്ടാണ് ഞങ്ങളോട് അടങ്ങി ഒതുങ്ങി യാതൊരു പ്രശ്നമില്ലാതെ താമസിക്കാലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളോട് താമസിക്കാൻ തുടങ്ങിയത്. പക്ഷേ എന്നിട്ടും ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നു എന്നുള്ളത് വല്ലാത്ത ഒരു സങ്കടമായിട്ട് തോന്നുകയാണ് പ്രഭു. അശിക്കാതെ ചരിനമ്പിൽ ചെയ്തതില്ല അതിലും നമ്മൾ പിഴച്ചിട്ടില്ല ഇല്ലാതെ നമ്മകളിൽ ചോക്കിയത്തെ എടുക്കാതെ കഴിവില്ല എങ്കിലുമെത്തേ. ഇനി നിങ്ങൾക്ക് ഈ അഴിക്കാതെ ചതി നമ്മൾ ചെയ്തതല്ല, ഇതുപോലെ ഞങ്ങളോട് ചതി ചെയ്യാൻ മാത്രം ഞങ്ങൾ അതിനേതൊന്നും നമ്മളിൽ പിഴച്ചിട്ടില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് പ്രഭു ഞങ്ങൾ ചെയ്തത്? അങ്ങയോട് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞൂടെ? അതല്ല, ഇല്ലാതെ നമ്മകളിൽ ചോക്കിയത്തെ എടുക്കാതെ കഴിവില്ല എങ്കിൽ മറ്റ് ഞങ്ങളോട് യുദ്ധം ചെയ്തേ അടങ്ങൂ എന്നാണ് അങ്ങയുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, നല്ല സൂക്കടവ് എരിപ്പീൻ എന്നാൽ നായൻ വീടരിക്കാതെ ഉയർത്ത് തന്നാൽ ഞങ്ങളുടെ വീടുകൾ നിങ്ങൾ കരിച്ചോളൂ, അങ്ങാടി നിങ്ങൾ പൊളിച്ചോളൂ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷേ അല്ലാഹുവിന്റെ പള്ളി, ആ ഭവനം നിങ്ങൾ പൊളിക്കരുത്. നല്ല സൂക്കടവേ എരിപ്പീനെന്നാൽ നായൻ വീടരിക്കാതെ ഉയർത്ത് തന്നാൽ വള്ളികൾ നമുക്കുൾമയ്യാഭരണങ്ങൾ ബദലായി താരോഗാമിൻ തോറ്റി പെങ്ങൾ. അങ്ങനെ നിങ്ങൾ അതിന് സമ്മതിക്കുകയാണ് എങ്കിൽ അങ്ങാടി നിങ്ങൾ കരിച്ചോളൂ, വീടുകൾ പൊളിച്ചോളൂ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലാഹുവിന്റെ പള്ളി, ആ പള്ളി നിങ്ങൾ ഒഴിച്ചു തരികയാണ് എങ്കിൽ, അത് കരിക്കാതെ ഒഴിച്ചു തരികയാണ് എങ്കിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ അണിഞ്ഞതായിരിക്കുന്ന ഈ ആഭരണങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ധാരമായി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പ്രഭു. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിന് അനുവാദമുണ്ടായിരിക്കണം, അതിന് കൃപയുണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൂണുകൊണ്ട് നമ്മുടെ സഹോദരിമാർ അവരോട് സംസാരിക്കുകയാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ സഹോദരിമാർ പറഞ്ഞിട്ടും തെല്ലും മമ്മൊളിക്ക് കാബൂലെ ചെയ്യാ തിരുതറുകൾ ഉരത്തത് പോലെ വയ്യാ വയ്യാമെന്തത് കേട്ട് പീന്തി പോന്നാർ വകയില്ല പുരുഷന്മാരോട്ട് ചൊന്നാർ. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോഴും പാറനമ്പി പറഞ്ഞു, ഇതൊരിക്കലും സ്വീകരിക്കാൻ നിർവാഹം ഇല്ല, ഇതൊരിക്കലും നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സഹോദരിമാരെ വളരെ ഖേദത്തോടുകൂടെ, വളരെ സങ്കടത്തോടുകൂടെ അവിടെ നിന്ന് തിരിച്ചു വരികയും അവരുടെ ഭർത്താക്കന്മാരോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ വിശദമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വയ്യാമെണ്ടത് കേട്ട് പിന്തിപ്പോന്നാർ വകയെല്ലാം പുരുഷന്മാരോട് ചെന്നാർ മൊയ്യൂകൾ തരിത്ത് കരുത്തന്മാർകൾ മുറിന്താറച്ചവർ തമ്മിൽ ചൊല്ലുവാറുകൾ. ഇത് കേട്ടതായിരിക്കുന്ന സമയത്ത് നമ്മുടെ സഹോദരന്മാരെന്താണ് ചർച്ച ചെയ്തത്? ഇനി നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഹയ്യാവൻ പതിചൂട്ട് പോകും യോമേ ഹയാത്തിൽ നാം ഇരിപ്പതും എന്തിനാമേ
മെയ്യോയിർ അടങ്കേലും കോനവന്റെ മകമ്യാതിൽ കുതിരത്തിണ്ടാകുമെണ്ടേ എണ്ടിന്റെ ഹയാത്തോട് കൂടെ പൂവിൽ ഇരിക്കുമോ ഒരിക്കൽ മാരിത്തിടാമൽ ഒണ്ടൻ തൻ വധുഹൊയ്യേ ശൈകളൊക്കെ ഒടുകേൽ മാലാക്കാലെന്റെ ഗലഹപ്പാം. ആ സമയത്ത് സഹോദരന്മാര് തീരുമാനിച്ചു, ഹയ്യാവൻ പതി ചുട്ട് പോകും യോമേ, അള്ളാഹുവിന്റെ പള്ളി ചുട്ടുപോകുന്ന ദിവസത്തിൽ, അത് കരിക്കുന്ന ദിവസത്തിൽ പിന്നെ നമ്മളിവിടെ ഹയാത്തിൽ നാം ഇരിപ്പതും എന്തിനാണ് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നത്? കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹുഹു, അള്ളാഹുവിന്റെ വജ്ഹില്ലാത്ത എല്ലാം നശിക്കും എന്നാണല്ലോ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലുള്ളത്. കൊണ്ട് എന്തായാലും ഒരിക്കൽ മരിക്കണം. ആ മരണം നമുക്ക് ഈ പള്ളിക്ക് വേണ്ടിയാവട്ടെ ആ മരണം എന്ന് സഹോദരന്മാര് തീരുമാനിക്കുകയാണ്. എന്തിന്റെ ഹയാത്തോടെ കൂടി പൂവിൽ ഇരിക്കുമോ ഒരിക്കൽ മരിത്തിടാമിൽ, എന്തായാലും ഒരിക്കൽ മരിക്കണല്ലോ, എന്തായാലും ഒരു പ്രാവശ്യം മരിക്കണം. ആ മരണം ഭീരുവിനെ പോലെ മരിക്കുന്നതിന് പകരം നമുക്ക് ആണുങ്ങളെ പോലെ പോരാടിയിട്ട് ഈ പള്ളിക്ക് വേണ്ടി മരിക്കാം. കാരണം അള്ളാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റെല്ലാം ഇവിടെ നശിക്കും എന്നാണ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യന്റെ മസ്ജിദ് ഇരിക്കെ കണ്ട് ഇരുന്തും പിൻ ഇറന്തേകൻ മുമ്പിൽ ചെണ്ട് പണ്ടനിൽ നമുക്കുതില്ല ചൊൽവാൻ പട്ടങ്ങയ്യുറപ്പിന് പണ്ടനിൽ നമുക്കുതില്ല ചൊൽവാൻ പട്ടങ്ങയ്യുറപ്പിന് ചെയ്യുവാൻ. മാത്രമല്ല പരിശുദ്ധമായിരിക്കുന്ന പള്ളി കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളി കരിക്കുമ്പോൾ അതിനെ തടുക്കാൻ കഴിയാതെ പടച്ച റബ്ബിന്റെ രാജാതിരാജനായിരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നാം ചൊല്ലുമ്പോൾ അള്ളാഹു ചോദിക്കില്ലേ, എന്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ ഒരു കാരണം പറയാൻ ഉണ്ടായിരിക്കില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് അതിന് ഒരിക്കലും വക നൽകാതെ, അതിനൊരിക്കലും അവസരമുണ്ടാക്കാതെ ഈ പരിശുദ്ധമാർക്കുന്ന പള്ളിക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ നമുക്ക് മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാനസികമായി കൊണ്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, ഹത്താബിന്റെ ഹിമത്തോട് ബൈത്തിലാൽ വന്ന് എരിത്തിടും ദുഷ്ടരിൽ കാട്ടി പോർപ്പൊറുതിട്ടും ഷഹാദത്ത് നമുക്ക് വിധിക്കുവാതുക്കിതം പോരും എത്തിരയും മതിയ മതത്തിരയും മുത്താലുൽ പണിക്കപ്പല്ലാതുണ്ടാണ് വെത്താൻ മുന്നേ കോതിട്ടത് പൊന്നമൈ മുമ്പിലെ ഇത് എമ്പലം കളവക്കം ഇതിൽ കയറിക്കൊള്ളിക്കൂടി എന്തതല്ലാതിലെ മനം പിന്തിടാതറിയാം. വിസ്താരത്തലം പുത്തിരരും ഒരു സ്വത്താലും ഗുണം എത്തിടുക ഗണുമേത്തീലെ സലാമെത്തേനിൽ എത്തി നീലത്തവർക്കത്തലം ഏറിടും ജിഹമ സുഗതാറതും ബഹുമാ. ഖത്താബിൻ റഹിമത്തുടെ ബൈത്ത് ബിലത്താൽ ബന്ദി എരിച്ചിടും ദുഷ്ടരും. അള്ളാഹുവിന്റെ പള്ളി ബലാത്കാരമായി കൊണ്ട് അത് കരിക്കുന്ന ആ വിഭാഗം ആളുകളുണ്ടല്ലോ, അവരോട് കട്ടി പോർ ദിട്ടുടുൽ ഷഹാദത്ത് നമുക്ക് വിധിക്കുവതുക്കിടും. അവരോട് വളരെ കണിശമായി കൊണ്ട് ശക്തമായി കൊണ്ട് നാം യുദ്ധം ചെയ്താൽ അതിൽ കൂടെ നമുക്ക് ഷഹാദത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, അതിൽ കൂടെ നമുക്ക് രക്തസാക്ഷികളാവാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട്. മുത്താലുൽ പണി കപ്പല്ലാതുണ്ടാണ് വെത്താൻ മുന്നേ കോതിച്ചത് പോൽ നമ്മെ മുമ്പിലേ ഇത് എമ്പലാം കല വെക്കം ഇതിൽ കയറിക്കൊൾ മിനിക്കൂറി. എങ്ങനെയെങ്കിലും ഷഹീദാവണം എന്നുള്ള ആഗ്രഹമായി കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ നമ്മൾ. ബദർ ശുഹദാക്കളുടെ പേരുകൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ ധീരതകൾ കേൾക്കുമ്പോൾ, ഉഹദീങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഖൈബരീങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതുപോലെ നമുക്കും ഒരു അവസരം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ മുത്താലുള്ള ഒരു കപ്പൽ നമ്മുടെ മുമ്പിൽ കയറിയിരിക്കുന്നു. ഇത് ഒരു ലക്കി ചാൻസാണ്. ഈ ചാൻസുകൾ ആരും കളയാൻ പാടില്ല. ഇത് കയറിക്കൊള്ളൂ. ഇത് അള്ളാഹു നമുക്ക് ഔദാര്യമായി കൊണ്ട് തന്നതാണ്. അത് അള്ളാഹു നമുക്ക് വലിയൊരു ചാൻസ് തന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. വിസ്താരത്തലം പുത്തിരരും ഒരു സ്വത്താലും ഗുണം എത്തിടുക ധനുമേത്തീനത്തിലെ സലാമത്തേനിൽ എത്തിയിലത്തവർക്കത്തലം ഏറിടും ജിഹമ സുഗതാറതും ബഹുമാ. സുതാരത്തിരുമുത്തുനബി അരുളുത്താർ യുദ്ധം ഇടത്ത് ഈകളിൽ ശുഹദുർകൾ മുൻകനിഹൂറുല്ലെങ്കിൽ അതിന്റെ മടങ്കുകൾ വന്ന് പുണർന്നിടും ഹാലതപ്പടിയാം അവർ കോലം ചെപ്പിടുവാൻ. മാത്രമല്ല
നമ്മൾ നമ്മുടെ മക്കളെയും സ്വത്തുക്കളും എല്ലാം ആണ് വലുത്, നമ്മുടെ സമ്പത്താണ് വലുത് എന്ന് വിചാരിച്ചിരുന്നാൽ അതൊന്നും ഉപകരിക്കാത്ത ഒരു സമയം നമുക്ക് വരാനുണ്ട്. അതൊന്നും ഉപകരിക്കാത്ത ഒരു സമയം നമുക്ക് പരലോകത്ത് വരാനിരിക്കുന്നത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വസാഹിബതിഹി വബനീഹി. സ്വന്തം വാപ്പ മകനെ കാണുമ്പോൾ ഓടുന്ന, അതുപോലെ ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടുന്ന, ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഓടുന്ന, ഉമ്മ മകനെ കാണുമ്പോൾ ഓടുന്ന ഒരു സമയം വരാനിരിക്കുന്നുണ്ട്. കാരണം എല്ലാ ആളുകൾക്കും അവർക്ക് ഏറ്റാൻ മാത്രം ഭാരങ്ങൾ അവർക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കപ്പലിൽ എല്ലാവരും കയറുക. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഏറിടും ജിഹമ, സുഖധാരതും ബഹുമാ, നമുക്ക് എന്തായാലും വിജയിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല നല്ല സുന്ദരമായിരിക്കുന്ന ഒരു കൊട്ടാരം നമുക്ക് ലഭിക്കാനുണ്ട്. അത് സ്വർഗീയ ലോകം. ആ ലോകത്തെങ്ങാനും നമ്മൾ കടന്നുകൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സുഖദോർകൾ മുൻകണി ഹൂറില്ലെങ്കിൽ അതെന്ത് മടങ്ങൾ ബന്ധിൽ പുണർന്നിടും. അത് സുന്ദരികളായിരിക്കുന്ന സ്ത്രീകൾ നമ്മെ വന്നുകൊണ്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് ഉമ്മ തരും, നമുക്ക് നമ്മളെ ചുംബിക്കും. പശുപാലം ചുംബിച്ചതുപോലെയല്ല. എപ്പടിയാം അവർ കോലം ചെപ്പിടുവാൻ. ഏത് രൂപത്തിലുള്ള ഹൂറിലീങ്ങളാണ് അവരെന്നറിയുമോ? ചെപ്പാനിപ്പൂവിയിൽ പറയപ്പെടും ഒപ്പാരിത്തും മതിപ്പെടാതൽപ്പമേ, ചെണ്ടയും മുടി കൊണ്ടയും കൊടി പിന്നലും കണ്ണലിൻ മണ്ണിലെ മിന്നിടുൽ, സോമനം കതിരോൻ കറുമാൽ മയങ്കിടുമേ. സുപ്പാമത്തകാവിൽ പറവൈ പൂജി കപ്പാൽ പുത്തനു വിഷ്ടതു ദൃഷ്ടിയും, സുങ്കുളർ കമളം കവൽക്കുള്ള ചെമ്പക പൊൻപവിളം പിളർവിൻ പണിതുന്ത മാന്തളമോ കുരുചന്ത മാന്തളമോ. ഇപ്പോ ചെപ്പ് പുറപ്പുറുമാൻ പളറുപ്പോ കുപ്പി കൊടുപ്പിൽ വളർപ്പൂനെ നെഞ്ചുമേ പൂയ തഞ്ചമേ തൊയിൽ ചിന്തപ്പെടും ദിനെ ചന്ദ്രനന്ദമേ പൂമണ്ണം കമൾവാൻ കരുണാമണം കുളിർവാൻ. അങ്ങനെ സ്വർഗീയ ഹൂറിലികളെ പറ്റി അങ്ങേയറ്റം വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്. അതോ പറഞ്ഞില്ലേ, അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ സ്വർഗീയ ഹൂറിലികൾ ജിബ്രീൽ പോലും മമ്പരന്നിട്ടുണ്ട്. അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്കല് കണ്ട്. അങ്ങനെയുള്ള ഹൂറിലികൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല 70ഓളം മടക്കുകൾ അടക്കിക്കൊണ്ട് അവർ വസ്ത്രം എടുക്കുകയാണെങ്കിൽ പോലും ആ അവരുടെ കാലിന്റെ എല്ലുകളുടെ ഞണം പോലും കാണാൻ സാധിക്കും. അത്രമാത്രം പ്രകാശത്തിന്റെ ഉടമകളാണ് അവർ. മാത്രമല്ല അവരെങ്ങാനും പുഞ്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ആ രാഗം, അവരുടെ പുഞ്ചിരിയും അതുപോലെ അവരുടെ ശബ്ദം കേൾക്കുകയാണെങ്കിലോ ഉയിർ പോകുമ്പോൾ പോലോ ജീവൻ അങ്ങോട്ട് പോയിപ്പോവും. അത്രമാത്രം സൗന്ദര്യമുള്ള, അത്രമാത്രം കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമാണ്, കാണാൻ സൗന്ദര്യമുള്ള ശരീരമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഹൂറിലിങ്ങളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്വർഗീയ ലോകത്തേക്കാണ് ഈ കപ്പൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും അതിൽ കയറാൻ പഠിക്കണ്ട എന്ന് പറഞ്ഞ് വല്ലാതെ സ്വർഗീയ ഹൂറിലിങ്ങളുടെയും അതുപോലെ തന്നെ സ്വർഗീയ സുഖങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആവേശഭരിതരാക്കുകയാണ്. എല്ലാ ആളുകളും ദുനിയാവ് അങ്ങോട്ട് മറന്നുകൊണ്ട് എന്തായാലും ശരി ഇനി ഒരിക്കലും പള്ളി വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഇല്ല എന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്യുന്നു? അവരിതിനു വേണ്ടി ഒരുങ്ങുകയാണ്. സുവനാദിയാളെ തീവാൾ പെറ്റിടും ഷഹീദിൽ തൊഴുകൈ കൂളിയും ഹറാമി പൂവരി മീതിൽ പവനന്മാവരെ അറിവാഹുകൾ ജന്നത്തിൽ പച്ചപ്പാടങ്കം ഖവാസീനാകം കടത്തി തുവലപ്പാരന്തേരിയാതുൽ ജീനകത്ത് തൊകുതി പാശവർണം ഒരേ താരം പൂജിത്ത് തവനമാകറ്റും അൻഹാറിൽ നീരും കോടിത്ത് തട്ടിപ്പാറക്കും കുളിർമഹോഷി മീകത്ത്. എന്താണ് സ്വർഗത്തിന്റെ സ്ഥിതി? ശരീരായി മരിച്ചാൽ കുളിപ്പിക്കാൻ പോലും പാടില്ല. ആ രക്തത്തോടുകൂടെ മറവ് ചെയ്യണം എന്നാണല്ലോ ഇസ്ലാമിന്റെ കൽപ്പന. മാത്രമല്ല ഇഹലോകമിൽ മരിച്ചെന്ന് നാം പറയുന്നു, പരലോകമിൽ ഹയ്യാണവർ തിന്നുന്നു.
കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. അങ്ങനെയുള്ള സ്വർഗീയ ലോകമാണ് നമുക്ക് കിട്ടാനിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളെയും അതിലേക്ക് ആകർഷിപ്പിക്കുകയാണ്. മികവുറ്റേ അരിശിന്താനൽ മേവിയും പോറുക്കും മേൽമാനിയൽമത്തീനാലൊരു നാൾ മേൽമാനിയൽമത്തീനാലൊരു നാൾ മേൽമാനിയൽമത്തീനാലൊരു നാൾ വരേക്കും ഇകലും പീരളിയും ഒറ്റേ മാഹിഷറിന്ന് എളുപ്പം ഹീസാബും സീറാത്തും പോൽ കടക്കും. മാത്രമല്ല, നാം സാധാരണയായി മരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞത് 3 സമയത്ത് ആരെയും ഓർക്കാൻ കഴിയില്ല. ഇശ എന്ന് പറഞ്ഞ 3 സന്ദർഭങ്ങളുണ്ടല്ലോ. അവിടേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഹിസാബ് വളരെ പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. സിറാത്ത് പാലം വളരെ പെട്ടെന്ന് വിട്ടുകിടക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ പിന്തിരിഞ്ഞു നിൽക്കരുത്. എല്ലാ ആളുകളും ഇതിലേക്ക് മുന്നിട്ട് വരണം എന്ന് അവിടെയുള്ള സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അഥവാ ആരെങ്കിലും പിന്തുകയാണെങ്കിലോ, കാളും ജഹന്നമൽ വഴിതാക്കളോ കനകപ്പതി കൊണ്ടുൾ വഴിതാകളോ നാളും പെരിയ ഫീസബീലിലാലേ നായെന്നറിവീത്തെ എല്ലാം പോലെ ബിളും നബി താഹ സഹാബാക്കളിൽ ബിന്റെ ഹദീസുകൾ കനിന്തിന്നാളിൽ ബാളും ഉലമാക്കൾ എടുത്ത് ബിന്ദും വാർത്താമൈ കേട്ടി തുറപ്പിത്തെണ്ടു എണ്ടും മീൻകൾ അവർ തമ്പിലേ ഏറ്റം മൊളിന്തൂറ ചുറുതിയാലേ നിണ്ടും കവാഫീറിൽ ചമർ ചെയ്വാനായി നിരക്കെ ഉറപ്പേത്ത് നിലപ്പോരുമായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അഥവാ നമുക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ കാഫിരിങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് വളരെയധികം വേദനാജനകമായിരിക്കുന്ന ശിക്ഷയാണ്. കുല്ലമാ നദജത് ജുറൂദുഹും ബദ്ദല്ലാഹും ഗൈറഹാ ലിയദൂഖുൽ കരിഞ്ഞ് കരിക്കട്ടയാകുന്ന സമയത്ത് വീണ്ടും ആ ശിക്ഷകൾ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും തോലുകൾ നൽകിക്കൊണ്ട് അല്ലാഹു തആല വീണ്ടും ശിക്ഷിക്കുകയാണ്. ഒരു കാലത്തും മരണമില്ല. ഈ ലോകത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ താങ്ങാൻ കഴിയാത്ത അദാബുകൾ ഈ ലോകത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ മരണം സംഭവിക്കും. അതോടുകൂടെ അവന്റെ എല്ലാ പ്രശ്നങ്ങളും ഇഹലോകത്തിൽ നിന്ന് തീരുകയാണ്. അല്ലെ, താങ്ങാൻ കഴിയാത്ത ഒരു കല്ല് നമ്മുടെ തലയിൽ വന്ന് വീണാൽ അവിടെ നിന്ന് സംഭവിക്കും. താങ്ങാൻ കഴിയാത്തൊരു അദാബ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മരണപ്പെടുകയാണ്. അതോടുകൂടെ ആ പ്രശ്നം അവിടെ തീരുന്നു. എന്നാൽ നാളെ ഇങ്ങനെ മരണം ഇല്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്ക്. ഇങ്ങനൊരവസ്ഥയാണ് നാളെ പരലോകത്തുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ അവർ ആനന്ദഭരിതരാക്കുകയാണ്. നരകീയ ലോകത്ത് കാലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആവേശഭരിതരാക്കുകയാണ്. നിണ്ടും കവാഫീരിൽ ചമർ ചെയ്യുവാനായി നിരക്കെ ഉറപ്പിത്ത് നിലപ്പോരുമായി നിണ്ടോരവരിൽ മങ്കരത്തോപ്പിലെ വിരക്കരു യൂസുഫ് അവർ ബൈ പോലെ കണ്ട് കനകങ്ങൾ വിധി പോലൊക്ക കരുത്തിൽ വിരിത്തവർ കൊടുത്ത് ഹക്കാലുറുദികൾ കനുഫം ചെയ്തേ
കരുത്തർ അരികരോടവസ്ഥ ഓതൈ. ഇവർക്ക് വാല് പറഞ്ഞു കൊടുക്കുന്നത്, പ്രസംഗിച്ചു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട മങ്കരത്തൊടിക യൂസുഫ് മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ്. മങ്കരത്തൊടിക യൂസുഫ് മുസ്ലിയാർ അദ്ദേഹമാണ് ഈ രൂപത്തിലെല്ലാം നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രസംഗിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ശക്ക് വരാതെല്ലാം ഷഹീദാകണം, ഷർത്തോത്തദീനായി നിലത്തിടണം, മക്കാനബി മൂലം അവർ മാദീന് മന്നാൻ വഴങ്ങട്ടെ നമുക്കീമാന്, ബെക്കം കണക്കും ബാഗ്വസിയപ്പില്ല, ബിണ്ടിങ്കനവീൻ പോയി ക്ഷണമേനില്ല, ക്ഷണമേ ഇവ വാക്കും അവിഷ്ഠാനത്തെ, ചിങ്കപ്പുലിയൂസുഫവറൂരത്തെ, ഗുണമാൽ അവർ കുറ്റോ നിലൈവർ മറ്റ്, കൂറാലനന്തോരും വഴിപ്പെട്ടേറ്റ്. മങ്കരത്തൊടിക യൂസുഫ് മുസ്ലിയാർ ഈ പ്രസംഗം അങ്ങനെ പ്രസംഗിച്ചു. എല്ലാ ആളുകളോടും പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ പിന്തു നിൽക്കരുത്. എല്ലാ ആളുകളും വസിയത്ത് പറയാനുള്ളവർ വസിയത്ത് പറഞ്ഞ്, കടം വീട്ടാനുള്ള ആളുകൾ അത് വീട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരൂ. ഇനി ആരും പിന്തു നിൽക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഭാഗം ആളുകളോട് നാം ഒരിക്കലും നമ്മുടെ ശുചിതി പരക്കുവാൻ വേണ്ടിയോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല നാം യുദ്ധം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ഭവനം കാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയത്തിൽ പിന്തി നിൽക്കാതെ നിങ്ങൾ വസിയത്ത് പറയാനുള്ള ആളുകൾ അത് ചെയ്ത്, കടം വീട്ടാനുള്ള ആളുകൾ അത് ചെയ്ത്, എല്ലാ കാര്യങ്ങളും തീർത്തുകൊണ്ട് നിങ്ങൾ ഈ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മങ്കരത്തൊടിക യൂസുഫ് മുസ്ലിയാർ ആദ്യമായിട്ട് എത്തുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അനുജന്മാരും എത്തുന്നു. വിണക്കിന്നുരത്തവർ മനകൾ ചേർന്ന് പെരുന്തഴികൾക്കായിട്ടൊരുങ്ങി വന്ന്, കണക്കും തിണை പേരും വിവരത്താലേ കവിയായി നവിൽ വേവൻ ഹക്കറിന്തേ പോലെ. അങ്ങനെ പല ആളുകളും ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് എത്തുകയാണ്. ഓരോ ആളുകളെ പറ്റിയാണ് ബഹുമാനപ്പെട്ട കവി പറയുന്നത്. എല്ലാവരും കൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ നമുക്ക് ഇറങ്ങിയ കൂട്ടത്തിൽ വിശദീകരിക്കാം. അറിവതയ്യറ്റെ പയ്യൽ പറവതിൽ തെറ്റായി കാങ്കിൽ തിറമറിന്തിട്ടോർ തീർത്ത് തരണമേ പോറ്റി, അങ്കമുക്കാതി പള്ളി തങ്കയത്തേശി ഇണ്ടൊരു മങ്കരത്തോപ്പിൽ മായിൻ യൂസുഫ് എന്തവരാ. ആദ്യം നേരത്തെ നാം പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം പ്രസംഗിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട മങ്കരത്തൊടിക യൂസുഫ് മുസ്ലിയാർ അദ്ദേഹം പ്രസംഗിച്ചു. ചില ആളുകളുണ്ടല്ലോ പ്രസംഗിക്കാൻ ഉഷാറായിരിക്കും, പക്ഷെ അത് പ്രവർത്തിക്കാൻ അവരെ കിട്ടൂല. ഇങ്ങനെയല്ല, അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹം തന്നെ വന്നിരിക്കുകയാണ്. പിറകവർ കൂറ്റോർ സഹജൻ തനുമണുണ്ടിട്ടോൻ അവർ പിന്നിൽ അണവരും കണ്ണം പിന്നെ തൊഴിൽ ബന്നം അറിവുടയോർ പിന്തിടാതാവർ പാതി തന്നിലെ മൊയ്തീൻ മൂസായിന്റെ പൊലിയവർ തന്റെ ബനികളിൽ ബിണ്ട് പുതുമകളായി ഹരബിൽ വിടമില്ലാർന്നമേ ഷഹിദാകും ഇളയവൻ നോതി അതിനോട് കലകിനു അനയനം കൂറിനവർ മറുമാടമറമണയാത്ത പയലരാൻ ഷറഫില്ലേ മൂസാം എന്തോർ നളിയനെ കൂറി ബിണ്ടാർ സഖിഹലാക്കും കൈ മാലും മടവയും ഇപ്പോൾ ഷക്കിലെ കോനിൽ താൻ തഹവക്കൽ ചെയ്തെണ്ടും സേലാമുറ്റവർ നായൻ തന്റെ ബൈത്തിലാണവായി. അതിനുശേഷം തന്റെ സഹോദരൻ അവിടെ എത്തുകയാണ്, മൊയ്തീൻ മൂസ. പിന്നീട് ഇവിടെ മൊയ്തീൻ മൂസ എന്റെ പൊലിയവർ തന്റെ ബനികളിൽ ബിണ്ടുപുതുമള തന്റെ മക്കളോട് പറയാണ്, ഇവിടെ ആര് നമ്മൾ ഷഹീദാകും എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഒരു മത്സരം പോലെ നമ്മൾ പറയില്ലേ, ആർക്കാണത് കിട്ടുക, ആർക്കാണ് ആ ഭാഗ്യം കിട്ടുക എന്നത് പറഞ്ഞതുപോലെ ഇവിടെ ആര് നാം ഷഹീദാകും, ആരാണ് നമ്മൾ ഇതിൽ ഷഹീദാകുക എന്ന് നമുക്ക് നോക്കാം.
ആർക്കാണ് ആ ഭാഗ്യം കിട്ടുക എന്ന് നമുക്ക് നോക്കാം എന്ന് ബഹുമാനപ്പെട്ട മൊയ്തീൻ മൂസ തന്റെ കുട്ടികളോട് പറയുമ്പോൾ അവർ വളരെ ആവേശഭരിതരായി എന്നാണ്. കലകിൽ അണയെന്നും കൂറിനവർമാരും മാതൃമണ്ണം അണ യാന്തപ്പയല വളരെ ചെറിയ കുട്ടികളാണ്. എന്നിട്ട് പോലും അവര് വളരെ ആവേശഭരിതരായിക്കൊണ്ട്, ഇത് ബ്രോസ്റ്റ് കഴിക്കാനല്ല വിളിക്കുന്നതേ, അള്ളാഹുവിന്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ശത്രുക്കളുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയി കൊടുക്കാനാണ്. ഷറഫിലെ മോസം എന്തോറിയനെ കോറി ബിണ്ടാൻ സഖിഹലാക്കും കൈ മാലും അടവയും ഇപ്പോൾ ഷക്കിലെ കോനിൽ താൻ തഹാവക്കൾ ചെയ്തിട്ടും സലാമുറ്റവർ നായൻ തന്റെ ബൈത്തിലാണ് വായ്. അങ്ങനെ മൊയ്തീൻ മൂസ എന്ന് പറയുന്ന ആള് തന്റെ അളിയനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, വസിയത്തെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലെല്ലാം തവക്കുലാക്കിയിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ അദ്ദേഹം എത്തുകയാണ്. മിഷമൊൻസേരാം നല്ലൊരു മൂസ കുഞ്ഞോളൻ ആവർ താശി കുഞ്ഞരും കേണ് പേശി അഞ്ചാതേ തിലകരം തട്ടിൽ വേഗം പലിശയും കേട്ടി തീറ്റിൽ മലകരം കൂട്ടി പോലെ അലമതത്തോടെ കോശത്തിത്തമാൾ ഷേഹിദാശബത്തോരായി കൂഫിർ കൂട്ടരിലെ കളപൂട്ടി പരനുട വീട്ടിൽ അണയുവരായി. കൂർബരിപ്പിത്തോർ പൂകൾ പേർനരി പോറ്റ അഹമ്മദ് കോലമകവർ കുഞ്ഞോലൻ അബുവരെ താലം ഹലരണവായി. ഇങ്ങനെ ഒരുപാട് ആളുകൾ, 44 ആളുകളാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. 44 ആളുകൾ. ആ 44 ആളുകളും ഇറങ്ങിയ ഓരോ രംഗങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന് പ്രധാനപ്പെട്ട ചില ആളുകൾ ഇറങ്ങി, 1-2 ആളുകൾ ഇറങ്ങിയത് നമുക്ക് പറയാം. ഒരിക്കൽ തന്റെ മകൻ ഇറങ്ങുന്ന സമയത്ത് മട്ട് വിട്ടുമ നാമനീളമതാങ്കിൽ പേർ വിളി ഭാരമാകുമേ മറ്റീനിക്കൊരു കാതലേതിന് ആരമാമണി മോനണി പോയി. മകൻ ഇറങ്ങുന്ന സമയത്ത്, ഒരു മിനിറ്റ്, മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങുന്ന സമയത്ത് തന്റെ ഉമ്മ പറയുകയാണ്, പൊന്നാര മോനെ, ഞാൻ ഇന്ന് വരെയും നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നീ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്നെ സംരക്ഷിക്കാൻ ആരാണ് പൊന്നു മോനെ? ഇട്ടം പോർ ചെയ്യുവാൻ ഇവ ഉറ്റിടണ്ട നീ എന്നും പൊട്ടിയാളൂത് തളർന്നറ്റ് വീണുടൈ. ഇത് പറഞ്ഞുകൊണ്ട് പൊന്നാര മാതാവ് ഭൂമിയിൽ വീഴുകയാണ്. പക്ഷെ മകൻ പറഞ്ഞു, ഉമ്മ തെറ്റിവ ഭാഷം പള്ളി ചുട്ടുപോകും നാൾ ചൊന്നാൽ കുറ്റമുണ്ടുമ്മ ഹൈറേ തൊട്ടരുൾ വീരേ. പൊന്നാര ഉമ്മ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരില്ല ഉമ്മ. അള്ളാഹുവിന്റെ പള്ളിയല്ലേ, ആ പള്ളിയല്ലേ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഹൈറിന് വേണ്ടി എന്നെ അനുഗ്രഹിക്കും ഉമ്മ, സമ്മതം തരും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ആള് മാതാവിനോട് സമ്മതം ചോദിക്കുകയാണ്. അരുളി പിടി തരണം എന്റെ കരുണை മുത്താരേ, ഉയർ ചിരണമുറ്റോരേ, ഹമലൈ 10 ഹൃദയത്തിൽ ജനത പെത്തോരേ, നോവും കനം സഹിത്തോരേ, ഉരാതിരി തീട്ടുയർ കൂടിത്തിൻ വരെ വളർത്താരേ, മുലൈ പയസുണർത്താരേ, ഉടയ ഹക്കാണവരിലൊക്കെ കഴിയായ പീരേ, സബുർ ചെയ്തിരിപ്പീരേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അരുളി വിടൈ തരണം എന്റെ കരുണை മുത്താരെ, എന്റെ കരളന്റെ കരളായ ഉമ്മ, എന്റെ ജീവന്റെ ജീവനായ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. 10 മാസം എന്നെ വളരെയധികം വേദന സഹിച്ചുകൊണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, എന്നെ ഗർഭം ചുമന്ന 10 മാസം ചുമന്നുകൊണ്ട് എന്നെ വേദനകൾ സഹിച്ച് പ്രസവിച്ച ഉമ്മ, ഉരതിരിത്തിട്ടുയരി കുടിത്തിൻ വരി വളർത്താരെ,
തന്റെ ജീവിതം പ്രശ്നമാക്കാതെ എന്നെ ഇത്രയും നാള് നല്ല നിലയിൽ വളർത്തിയ എന്റെ പുന്നാര ഉമ്മ, മുലായി വയസ്സുണർത്തായി എനിക്ക് മുലപ്പാല് തന്ന ഉമ്മ, ഉടയ ഹക്കാണ് അവനിലൊക്കെ കഴിയായപ്പിരെ അള്ളാഹുൽ തവക്കലാക്കുമ്മ, സബൂർ ചെയ്തിരിപ്പിരെ സമാധാനപ്പെട്ടുകൊണ്ട് എനിക്ക് സമ്മതം തരും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തരമാക്കി വെറ്റേ മാണ്ടി ചെയ്യണേ തന്നെ തായിൽ കൊടുത്ത് വീടേ തേണ്ടി പിന്ന തിരികെ നാടൻ തീരെ പേറ്റിൽ കണ്ടന്താർ വേഗം പാടങ്ങി ദുആയും നീരന്താർ ഇവർ ഉറ്റയിരിപ്പാരോ പിന്നും കഥയിൽ താരിപ്പീരോ. അങ്ങനെ താൻ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന തന്റെ സമ്പാദ്യമായിരിക്കുന്ന ആ സമ്പാദ്യം മുഴുവനും എടുത്തുകൊണ്ട് തന്റെ മാതാവിന് കൊടുക്കുകയും മാതാവിന്റെ സമ്മതം കിട്ടി, ഒരു മൗനസമ്മതം കിട്ടി എന്ന് കണ്ടതോടുകൂടെ വളരെ പെട്ടെന്ന് അദ്ദേഹം പള്ളിയിൽ ഹാജരാവുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് രായിൻ ഷഹീദ് എന്ന് പറയുന്ന രായിൻ എന്ന് പറയുന്ന ഒരാള് ആണ് ഇറങ്ങുന്നത്. കഥജമാലിൻ തനയ രായിൻ ഷഹീദെന്തോരും പുറപ്പെടുന്തൊരു നേരം കനവർ കെട്ടി മണവിയാൽ ചെണ്ടാളുത് കണ്ണീരും മലാച്ചൊരുന്തിടെ പാരം മധുമധുര കനിയൻ ജീവൻ തുണയനൊരേ ഞാൻ എന്നെ പിരിന്തുമൈ പോയാൽ മനത് കേതും കുടിയിരുന്ന് വെറുപ്പിലായി ഞാൻ പുവിയിൽ പൊറുപ്പതെങ്ങീന വദനം മേലും തേങ്കി തേങ്കി കുല്ലുങ്കെ പിണ്ടവൾ കൊഞ്ചം പൊറുപ്പിരയുങ്കെ ചിതമുറ്റമേ കൺമാകനുണ്ടൂറുങ്കെ ചെപ്പും നോടന്നുണ്ട് പാർക്കട്ടെ ചൊങ്കെ ചൊങ്കുറ്റെ പൂമോനേ ഉന്നെ പങ്കിത്തോ തേമാനേ. അങ്ങനെ ജമാൽ എന്ന രായിൻ ഷഹീദ് എന്ന് പറയുന്ന ആൾ ഇറങ്ങുന്ന സമയത്ത് തന്റെ പ്രിയതമ വന്നുകൊണ്ട്, തന്റെ ഭാര്യ വന്നുകൊണ്ട് പൊട്ടി കരയുകയാണ്. പൊന്നാര ഭർത്താവേ, നിങ്ങൾ പോകല്ല ഭർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വേദനിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കരയുകയാണ്. മധുമധുര കനിയൻ ജീവൻ തുണയാണോരേ ഞാൻ എന്നെ പിരിന്തുമേ പോയാൽ. അവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കും? മനത് ഖേദം കുടിയിരുന്ന് വെറുപ്പിലായി ഞാൻ ഭൂമിയിൽ പൊറുപ്പതെങ്ങനെ, പിന്നെ എന്തിനാണ് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബദനം തേങ്കിക്കുലുകെ പൊട്ടിക്കരയുകയാണ് തന്റെ പ്രിയപ്പെട്ടതാണ് ഭാര്യ. പൊട്ടിക്കരയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും അങ്ങോട്ടൊന്നും ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ ഒരു ഐഡിയ പ്രയോഗിക്കുന്നു. ബിണ്ടാവ് കൊഞ്ചം പൊറുപ്പീരയെങ്കിൽ ഭർത്താവിനെ എങ്കിലും തന്ത്രപരമായി കൊണ്ട് ഭർത്താവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഭാര്യ പറയുകയാണ്, ചിതമുറ്റ മെയ്ക്കൺമാകേനൊണ്ടുറങ്കൈ ചെപ്പുന്നുണർന്നുണ്ട് പാർക്കട്ടെ ചൊങ്കൈ. നമ്മുടെ 2 വയസ്സ് പോലും തികയാത്ത പൊന്നോമന കുഞ്ഞ് തൊട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ആ കുട്ടി ഉറങ്ങിയിട്ട് അതിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ ഭർത്താവേ എന്ന് ഭർത്താവിനോട് ചോദിക്കുക. എന്തിനാണ് ഇവിടെ കുട്ടിയുടെ മുഖം കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചത്? ഭാര്യക്കറിയാം ആ പൊന്നോമന മകനെങ്ങാനും ഭർത്താവ് ഉണർവോടെ കാണുകയാണെങ്കിൽ ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന്. അത് ഭർത്താവിനും അറിയാം. അതുകൊണ്ട് തന്നെ ബുദ്ധിമതിയായിരിക്കുന്ന ഈമാനുള്ള ഭർത്താവ് പറഞ്ഞു, ചൊങ്കുറ്റ പൂമോനേ ഓനേ തങ്കിത്തോ തേമാനേ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, 2 വയസ്സ് പോലും തികയാത്ത പുന്നാര പൈതലുണ്ടല്ലോ, ആ പൈതലിനെ നീ വേണ്ടതുപോലെ നോക്കണേ, വേണ്ടതുപോലെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തൊട്ടിലിന്റെ നേരെ നോക്കിയിട്ട് പറയുകയാണ്, നിലപ്പിൻപാരട്ടെ നമ്മൾ പിരിവാനാറ്റ കരുവേ ഇനന്ത് നൊന്ത് മോറമ്പനകം കഴിവ് തെവി ഊരവേ ചലിപ്പതിനാൽ കനിവതൊണ്ടും കൊടുത്തിടാമൽ ഹറജായി സർജന പോമതര ബല പൊലി മസ്ജിദിൽ അണവായി. തൊട്ടില് നേരെ നോക്കിയിട്ട് പറയുന്ന, പൊന്നാര പൈതലേ, മുത്തേ നിന്നെ നോക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മോണകൾ കാട്ടിയുള്ള നിന്നെ പുഞ്ചിരി കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല മുത്തേ. പടച്ചറബിന്റെ പള്ളികരിക്കുന്ന സമയത്ത് നാം നമ്മുടെ കുട്ടികളെയും ഭാര്യമാരെയും നോക്കിയിരുന്നാൽ പടച്ചറബിന്റെ മുമ്പിൽ സമാധാനം പറയാനുണ്ടായിരിക്കില്ല മോനെ.
അതുകൊണ്ട് നിന്നെ സൃഷ്ടിച്ച റബ്ബ് സംരക്ഷിക്കും. അതുകൊണ്ട് മുത്തേ എന്നോട് ക്ഷമിക്കൂ മുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തൊട്ടിലിനെ നേരെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട പിതാവ് രായിൽ എന്ന് പറയുന്ന ആളും പള്ളിയിൽ അണയുകയാണ്. തലത്തിൽ അവർ തമയരോടും സഹജനോടും ചെലവേ തരുള നിശത്തനയും നമ്മൾ കൊഴികെ പോവാക്കില്ലവേ കലകിൽ നമ്മൾ നടവെന്നാൽ പിതാവുക്കില്ല തണിയേ കരുതിയെങ്കിൽ പിരിന്തി പോവിൻ ഷഹീദാവൻ ഞാൻ മണിയേ. ഇവിടെ അദ്ദേഹം ഇവിടെ പള്ളിയിൽ ചെന്നപ്പോ തന്റെ സഹോദരൻ അവിടെയുണ്ട്, തന്റെ അനുജനും അവിടെയുണ്ട്. തരുളനേശത്തനയർ നമ്മൾ ഒഴികെ ഭാവാക്കില്ലവേ. അവരുടെ പിതാവ് വയസ്സായ പിതാവാണ്. അപ്പൊ അനുജനോട് പറഞ്ഞു, തലത്തിൽ അവർ തമയരോടും സഹജനോടും ചൊലവേ തരുളനേശത്തനയർ നമ്മൾ കൊഴികെ ഭാവാക്കില്ലവേ. ഞാനും നീയുമാണ് ഉപ്പാക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് കലയിൽ നമ്മൾ നടവെന്നാൽ പിതാവുക്കില്ല തണ്ണിയേ കരുതിയെങ്കിൽ പിരിന്തി പോവീൻ ഷഹീദാവൻ ഞാൻ മണ്ണിയേ. അതുകൊണ്ട് ഞാൻ രണ്ടുപേരും കൂടെ ഷഹീദാവുകയാണെങ്കിൽ, രണ്ടുപേരും നമ്മളിവിടെ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ വയസ്സായ പിതാവിനെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് പൊന്നാര മോനെ, അനുജനോട് പറയണം, മോനെ നീ പോ, ഇവിടെ യുദ്ധം ചെയ്യാൻ ഞാൻ മതി, ഞാൻ ചെയ്തോളാം യുദ്ധം. ആ സമയത്ത് എന്താണ് അനുജൻ പറഞ്ഞത്? മണിത്തമയൻ മൊളിന്ത് നീ പോടിവിടെ ഞാനും നിലപ്പേൻ മറുപൊളി പിമ്പി ബിറഹിമോർത്തമയരെ ഞാൻ കണ്ടപ്പേൻ. അനുജൻ പറഞ്ഞു, ഇക്ക പോയിക്കോ. ഇപ്പൊ നമ്മളൊക്കെ ഒരു ചാൻസ് കിട്ടിയ ഓടാൻ നിൽക്കും അല്ലേ? ഇവിടെ രണ്ടുപേരും തർക്കിക്കണം, ആരാണ് മരിക്കേണ്ടത്, ആരാണ് ഷഹീദാവേണ്ടതെന്നാണ് തർക്കിക്കുന്നത്. ഇവിടെ ജ്യേഷ്ഠൻ പറയുന്നു നീ പോയിക്കോ, അനുജൻ പറയുന്നു നീ പോയിക്കോ. അപ്പോ അനുജൻ പറഞ്ഞു, തണ്ണിയെപ്പോരിൽ ഷഹീദായാലുൾ പൊലിവും സ്വർഗം വളർമ തരുമെണ്ടെങ്കിൽ ഉറപ്പ് തന്താൽ മടങ്ങി പോവാൻ ക്ഷണമാ. പിണങ്കും വീര പുലികൾ രണ്ടും അനുജൻ തന്നെ വെളുത്ത് പിതാവിലേറ്റം സലാമവരിൽ വിരുത്തി വേഗം അയത്ത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം തർക്കമായപ്പോ അനുജൻ പറഞ്ഞു, ഞാൻ പൊയ്ക്കോളാം, പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയോ? വിണങ്കും വീര പുലികൾ തനിയെപ്പോരിൽ ഷഹീദായാലുൾ പൊലിവും സ്വർഗ വളർമ തരുമെണ്ടുകൾ ഉറപ്പ് തന്നാൽ മടങ്ങി പോവാൻ ക്ഷണമാ. യുദ്ധത്തിൽ ഷഹീദായ ആളുടെ ആ എല്ലാവിധ ഫളീലത്തും എനിക്ക് ലഭിക്കും എന്ന് ഉറപ്പ് തരണം, എന്നാ ഞാൻ പോയിക്കോളാം. അതെങ്ങനെ ഉറപ്പ് കൊടുക്കാൻ കഴിയും? ഏതായാലും അനുജൻ പോകൂല എന്ന് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഐഡിയ എടുത്തു. അവരെ രണ്ടുപേരുടെയും ഒരു അനുജനും കൂടെ അവിടെ ഉണ്ട്. ആ അനുജനെ വിളിച്ചിട്ട് സോപ്പിട്ടിട്ട് അവരോട് പറഞ്ഞു, പിതാവിലേറ്റം സലാമവരിൽ വിരുത്തി വേഗം അയത്ത്. നല്ല രൂപത്തിലൊക്കെ ഒരുപാട് സോപ്പിട്ട് പറഞ്ഞ് പിതാവിനോട് സലാം പറയണം എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരുടെയും അനുജനെ അവർ വീട്ടിലേക്ക് തിരിച്ചയച്ചു. അണിപ്പൊരിനായി പുറപ്പെടവേ കളപ്പടനമയക് അകമത്തക്കൂ മികുമ്പത്തക്ക അവരം കുട്ടി അഴകേറ് അഴകർ പൊങ്കും മീനുത തങ്ക കുടം പോൽ പറഞ്ഞ തടിയും അതിർപ്പച്ചുണ്ടും ചിരിയും മൂക്കും ഇളങ്കും പല്ലും കടിയും മഴിപട്ടക്കൺ പുരിക കൂട്ടം പിടയും മിഷ കൊടിയോ മനുവലാശ പെട്ടുമേ പാർക്കൽ കരുത്തും പാക്കും ചൊടിയോ. പിന്നീട് ഓരോ ആളുകൾ ഇറങ്ങിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 44 ആളുകൾ ഇറങ്ങി. ഈ ഇറങ്ങിയ കൂട്ടത്തില് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് പരമ്പരാക്ക് അഭ്യാസം എന്ന് പറയുന്ന ഒരു അഭ്യാസം അറിയുമെന്നാണ്.
അത്തരം റാബിരുത്തിടവേ നാരി പൊറ്റ മനക്കഴും മുറ്റവൃതാൽ അമ്മോജാലനം അമ്മോ കുഞ്ഞോലനം പിന്മഹാതീർഹസന്തൂരവയേ ചിത്തേരം പോരീനിൽ മറുത്തിടുവാനാണ് ഉത്താലി കുഞ്ഞാലെന്നാണ് വരും ചീകരും ചാടും വ്യാഗം പോൽ പാടക്കൂകർ മുൻ ഹസൻ പോക്കരുമേ. ഹസൻ പോക്കർ എന്ന് പറയുന്ന ഒരാള് ഈ കൂട്ടത്തിൽ ഉണ്ട്. അദ്ദേഹത്തിന് പരുന്തിലാക്കിയ അഭ്യാസം എന്ന് പറയുന്ന ഒരു അഭ്യാസം അറിയാമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തന്റെ പിതാവ് വലിയ അഭ്യാസിയാണ്, തന്റെ മകൻ ഹസൻ പോക്കർ വലിയ അഭ്യാസിയാണ് എന്ന് അദ്ദേഹത്തിന് പിതാവിനറിയാം. പക്ഷേ മകന്റെ അഭ്യാസം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എത്രത്തോളം അഭ്യാസം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ തന്റെ മകന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി മകൻ കുളിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ഈ പാടത്ത് വരമ്പിട്ടു. അങ്ങോട്ട് കുളിക്കാൻ പോയ സമയത്ത് യാതൊരു കുഴപ്പമില്ലാത്ത പാടത്ത് തിരിച്ചു വരുമ്പോ, കാരണം അദ്ദേഹം കുളിക്കാൻ പോയി കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ചു വരിക, 2-3 മണിക്കൂറൊക്കെ. ഈ സമയം ഉപയോഗപ്പെടുത്തി പിതാവ് പാടത്ത് വരമ്പിട്ടു കഴിഞ്ഞാൽ പാടം അറിയുന്ന ആളുകൾക്കറിയാം അത് പുതിയ മണ്ണ് ഉണ്ടായിരിക്കും, ചളിയാവാതെ പോരാൻ കഴിയില്ല. അപ്പൊ ഇദ്ദേഹം നീണ്ട ഈ വരമ്പില് ചളി കണ്ടപ്പോ, പുതിയ മണ്ണ് കണ്ടപ്പോ അദ്ദേഹം മനസ്സിലാക്കിയത് എന്നെ ആരോ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് തോർത്ത് തന്റെ തോളിൽ വെച്ചുകൊണ്ട് അവിടെ നിന്നൊരൊറ്റ ചാട്ടം ചാടി തന്റെ വീടിന്റെ മുമ്പിൽ ഈ പാടം എടുത്തു ചാടിയിട്ട് തന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ പിതാവ് കാലിലേക്ക് നോക്കുകയും ആ കാലിൽ മണ്ണില്ല എന്ന് കണ്ടപ്പോൾ തന്റെ മകൻ അത്യാവശ്യം അഭ്യാസിയാണ് എന്നവർക്ക് പിതാവ് തന്നെ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഏതായാലും അദ്ദേഹം വാളും വീശിയും കൊണ്ട് ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടപ്പോ അവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരെ പറയാണ്, ഇത്തരം നമ്മൾ കുലത്തിനെ ഒക്കെ മൂടിത്തീരും പോക്കരും എത്തി അയ്യോ ഈശ്വര ബാളത് ദിശിയ പള്ളിയിൽ ഭാഷൽ കാട്ടൻ വേഗം പൊക്കിടലോ ഈശ്വര പോക്കരാപ്പടി എത്തിയല്ലോ. അവർക്കും പേടി, അവർക്കും പേടിയാണ്. പൊക്ക് സലാമൂറിയ കഴകത്തിൽ ഉരക്കവേ തമ്പിയോടണ്ണനിലും പൊങ്കാരുൾ പെങ്കളും തെൻകനിശയ്യേ വാങ്കലും പൊങ്കലും ഒത്തിച്ചണം ഇക്കഴകത്തിൽ നിൽക്കാതെ പോകുവിന്നൽ കഴിവാകും വെണ്ടക്കുവതേ എട്ടുണ്ടുക ആകെ ചാട്ടിയവരെയും കൂട്ടി നീ പോർമാറു നാട്ടകമേ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹസൻ പോക്കരി എന്ന് പറയുന്ന ആളും പള്ളിയിലെത്തി. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചാളും കൂടി എത്തിക്കാനുണ്ട്. എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് യുദ്ധം തുടങ്ങാം. അബൂ സബാബ് എന്ന യുദ്ധത്തിന് കാത്തിരുന്നിട്ട് കാര്യമില്ല, നാളെയോ മറ്റന്നാളൊക്കെ നമുക്കത് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാഖുല്ലാഹു ഖൈറൻ യാ ഉസ്താദ്. ഉസ്താദ് വളരെ മനോഹരമായ രീതിയിൽ അത് അവതരിപ്പിച്ചു. തന്നെയുമല്ല ഉസ്താദിന്റെ ശൈലി, സംസാര ശൈലി പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ്. നേരത്തെ ഒരു പാട്ടുണ്ടായിരുന്നു, ഈ മാപ്പിളപ്പാട്ടില് സംകൃത പമകരി എന്ന് കേട്ടിട്ടുള്ള അല്ലെ? അപ്പൊ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്, എല്ലാവരും കൂടുതൽ കേൾക്കുന്ന പാട്ടാണ്. പക്ഷെ അതിനകത്ത് എന്താ പറയുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഞാനത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ഇട്ട് ഇങ്ങനെ കേട്ടു നോക്കി, എന്താണ് ഈ പറയണതെന്ന്. നമുക്കൊരു പിടിയും കിട്ടിയില്ല. എന്നതുപോലെയല്ല ഉസ്താദ് പറയുന്നത്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു പോലെയാണ് ഉസ്താദിന്റെ വിവർത്തനം. എന്തായാലും അള്ളാഹു ഖൈറിലാക്കട്ടെ, ഇതെല്ലാം ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് ഹദ്ദാദിനുള്ള സമയമായിട്ടുണ്ട്.
സാധിക്കുമെങ്കിൽ കരീം ഫൈസി ഉസ്താദ് തന്നെ വന്ന് ഹദ്ദാദ് കൂടി ചൊല്ലിയാൽ വളരെ റാഹത്തായനെ. ഉസ്താദിന് ഇത്രയും നേരം സംസാരിച്ചത് കൊണ്ടിട്ടാണ് ഞാൻ നിർബന്ധിക്കാത്തത്. വേറെ ഇപ്പോ അബുജുമാന ഉസ്താദ് ഉണ്ടോ താഴെ? അബുജുമാന ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അബുജുമാന ഉസ്താദ് ഉണ്ടോ? താഴെ ഉണ്ട്. അത് നല്ല അവതരണം, അഭിനന്ദനങ്ങൾ. എത്ര പറഞ്ഞാലും മതിയാകില്ല. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്, ചില ഉസ്താദന്മാർക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് നമ്മളൊരു അഭിനന്ദനം പറയുമ്പോൾ അത് അവർക്കൊരു കുറച്ചിലായിട്ട് തോന്നും. അതുകൊണ്ടിട്ടാണ് മുസ്തു പഠിച്ചല്ലോ. അതന്നെ. അപ്പൊ എന്തായാലും ഇതൊക്കെ തപ്പിത്തെരഞ്ഞെടുക്കണം മുസ്വ, അല്ലാതെ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ തപ്പിത്തടഞ്ഞെടുക്കണം. അപ്പൊ എന്തായാലും അബുജുമാന ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അബുജുമാന ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് കേൾക്കുന്നില്ല. എന്തായാലും കരീം ഫൈസി ഉസ്താദ് തന്നെ വരൂ. ഉസ്താദെ, ഞാൻ ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, വേറെ ഇപ്പൊ തൽക്കാലം അല്ലെ പിന്നെ മുസ്ത പ്രവാസമൊക്കെ വന്നിട്ട് വേണം. എന്തായാലും ഞാൻ മൈക്ക് വിടാം. ഉസ്താദ് മൈക്കിൽ വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അഭിനന്ദിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ അതിന്റെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാലം നമ്മുടെ പരിപാടികൾ നടത്തുമ്പോഴേ എന്തായിരിക്കും പടച്ചവന്റെ അവസ്ഥ, ആൾക്കാരെന്താ പറയാ, നാളെ ആള് കൂടുവോ നാളെ ആള് കുറയോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലൊക്കെ കഴിഞ്ഞില്ലേ. നിങ്ങൾ ഇവിടെ പറഞ്ഞു, ഇന്ന് നാളെ വന്നില്ല, കേട്ടില്ല, നമുക്കെന്താ പ്രശ്നം? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ യാത്രാപ്പുകൾ നടത്തുന്ന സമയത്ത് ഞാന് ചില സമയത്ത് വല്ലാതെ ചില ആളുകളുണ്ടല്ലോ ഈ ചുറ്റിയിട്ട് ഇങ്ങനെ പൊരിക്കുന്ന ഒരു സമയം യാത്രാപ്പണത്തിൽ പിന്നെ നടത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു അരോചകമായിട്ട് തോന്നാറുണ്ട്. അവിടെ ചില ആളുകളുടെ പ്രവർത്തനമൊക്കെ ഈ യാത്രയപ്പോട് കൂടെ എനിക്ക് എപ്പോഴും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. യാത്രയപ്പോട് കൂടെ ചിലപ്പോൾ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ബാത്തിലാകുന്ന കോലം. പിന്നെ ഞാൻ തിരക്കിടില്ല എന്നെങ്ങാനും തോന്നിപ്പോയാൽ. അപ്പൊ ഞാനൊരു സഹോദരനോട്, ഒരു സുഹൃത്തിനോട് ഇതിങ്ങനെ പങ്കുവെച്ചപ്പോ എന്നോട് പറഞ്ഞു, നമ്മളെ വലുപ്പം അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി, നമ്മൾ ആരാന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ പിന്നെ മറ്റൊരാളുടെ പുകഴ്ത്തിലും ഇകഴ്ത്തിലും നമ്മളെ അത് ബാധിക്കൂല. അത് വളരെ ഒരു കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളെ പറ്റി അങ്ങോട്ട് മനസ്സിലാക്കിയോടെ വെക്കുക. അങ്ങനെ വെക്കുമ്പോ നമ്മളെ ഒരാള് പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും നമുക്കത് എഫക്ട് ചെയ്യൂല എന്ന് അതൊരു സത്യമായിട്ട് നമുക്ക് തോന്നാണ്. അപ്പോഴേ അതുകൊണ്ടാലും വളരെ പിന്നെ ഈ മലപ്പുറം പട എന്ന് പറയുന്നത് അത് കുറേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രമാണ്. അത് ഈ പഴയ ആളുകളൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ എനിക്കൊന്നും അത് പറയാൻ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു പിന്നെ അത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ബദർ അവതരിപ്പിക്കുന്ന സമയത്ത് ബദർ ശുഹദാക്കളെ സന്ദർശിച്ചുകൊണ്ട് അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ട് അത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് സൗദിയിൽ വരുന്നത്. എന്നാലും മലപ്പുറം പട അവതരിപ്പിക്കുന്ന സമയത്ത് മലപ്പുറം ശുഹദാക്കളെ പിന്നെ പോയി സിയാറത്ത് ചെയ്തതിനു ശേഷമാണ് ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ ചില ബർക്കത്ത് ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇത് പിന്നെ കേട്ട പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റേജ് പരിപാടികൾ കൂടുതൽ അവതരിപ്പിച്ചിട്ടില്ല. കാരണം അതിന് കാരണം 1992 നമ്മളെ ബാബരി മസ്ജിദ് പ്രശ്നം ഉണ്ടായത്. സത്യത്തിൽ അതിനുശേഷം നമ്മുടെ നാടിന്റെ അന്തരീക്ഷം വളരെ മോശമായി. അപ്പൊ ഈ ചരിത്രമൊന്നും നാട്ടിൽ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പൊ അതുകൊണ്ട് പരമാവധി ഇതിന്റെ ഭാഗങ്ങൾ പറയണ്ട എന്നുള്ള തീരുമാനം എത്തുകയും അങ്ങനെ കഴിയുന്നതും മലപ്പുറം പടകളൊന്നും പറയാതിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു ഖേദമാണ് ഇപ്പൊ ഈ ഓൺലൈനിൽ കൂടെ തീർക്കുന്നത്. പഠിച്ചു വെച്ച ഒരു കാര്യം പറയാതിരിക്കാൻ പിന്നെ
പറയാതിരിക്കുന്ന കേടേ. അതിന് പറ്റിയ സ്ഥലമാണുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ മറ്റ് നമ്മൾ അമീറിരുന്നല്ലൂരൊക്കെ ദേഷ്യം ഉണ്ടാക്കണം ഈ പറഞ്ഞത് തന്നെ പിന്നെ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഫതഹ് ഹിഷാമ് മറ്റേ മറിച്ചൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അതിന്റെ ഒന്ന് കുറെ ഉണ്ട്. പിന്നത് ഒരു തല മുതൽ നോക്കിയിട്ട് മറ്റേ തല അമീർ പോയില്ലേ, മറ്റേ തല എത്തിക്കാൻ കഴിയാതെ വന്നാല് പിന്നെ അതൊരു ബോറായിട്ട് തോന്നും. ഫതഹ് ഷാമാണ് ഷാം വിജയങ്ങൾ. അത് എത്രത്തോളം അത് തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും എന്നൊന്നും എനിക്കറിയില്ല. അത് പിന്നെ ഉള്ളത് കർബലയാണ്. കർബല പറയാതിരിക്കലാണ് നല്ലത് എന്നാണ് പൊതുവെ റോസ്റ്റിനെ പറ്റി പറഞ്ഞ പോലെ. റോസ്റ്റില്ലാത്ത ടെൻഷൻ. പിന്നെ അപ്പൊ ഇതിങ്ങനൊക്കെ ഏതായാലും നമ്മൾ അതിലേക്ക് പ്രവേശിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് മഹാനായിരിക്കുന്ന പ്രവാചകൻ നമ്മെ അറിയിച്ചത്. ഇതൊക്കെ പ്രസംഗിക്കാൻ മാത്രം ഉള്ളതല്ലല്ലോ, പ്രവർത്തിക്കാനും കൂടി ഉള്ളതാണ്. ഒന്ന്, വാർദ്ധക്യം എത്തുന്നതിന്റെ മുമ്പുള്ള യുവത്വം നീ ശ്രദ്ധിക്കണം. വാർദ്ധക്യം എത്തുന്നതിന്റെ മുമ്പുള്ള എവിടെ മഴ? അബു സവാദ എവിടെയാണ്? മറ്റേ സൗദിയിൽ എവിടെയാണ്? കസീമില? റിയാദ്. നല്ല മഴയാണോ? പുസ്തകമുണ്ടല്ലോ മഴ എന്ന് പറയുന്ന അൽഹസ. അവിടൊക്കെ മഴ ഉണ്ടല്ലേ? ഇവിടെ നല്ല മഴ വന്നു ഒരു മഗ്‌രിബ് ടൈമില്, ഭയങ്കരമായിട്ട് വന്നപ്പോ അതേപോലെ പോയി. നിങ്ങളാ യാതിലും ഇവിടെ അവിടുത്തെ മാതിരിയല്ല. ഇവിടെ മഴ പെയ്താലേ വല്ലാത്ത ഒരു പ്രത്യേകമായ പൂവിൽ കുടിക്കാത്തത് കൊണ്ട് വല്ലാത്തൊരു അന്തരീക്ഷമാണ്. എന്താണ് അല്ലാഹു തആല അപകടങ്ങളെ തൊട്ട് പടച്ചറബ് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. രണ്ട് ദിവസം തുടർച്ചയായിട്ട് മഴ. സുബ്ഹാനല്ലാഹ്. ഇവിടൊക്കെ 2 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്താൽ പിന്നെ ചിലപ്പോൾ ജിദ്ദ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഉണ്ടാവും തോന്നുന്നില്ല. അത്ര അപകടമാണ് ഇവിടൊക്കെ പെയ്തു കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കത് 100% അറിയില്ല. അവിടെ ഈ മഴക്കാറ് ഇവര് പിന്നെ മരുന്നടിച്ചിട്ട് വിടാറുണ്ട്. അല്ലാഹു അലം. കുറെ കാലമായിട്ട് മറ്റേ എന്താണ് വെള്ളക്കെട്ടല്ല ഇവിടെ ഈ പിന്നെ അതായത് ഈ മഴ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിലൊന്ന് ഇപ്പൊ 5 കൊല്ലക്കായിട്ടൊക്കെ മഴ വരുന്നു. അപ്പൊ ഇവിടെ ഈ വെള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടും കാര്യമല്ല. കാരണം അതിലൊക്കെ പൊടി പിടിച്ച് കിടക്കല്ലേ. വലിയ പൈപ്പുകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാക്കിയിട്ട്, കാരണം അതിൽ ഇടക്കിടക്ക് മഴ പെയ്തില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പൊടികൾ ഇതൊക്കെ ആവും. അപ്പൊ അതിന് അതിലേറെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ആ സംവിധാനം ഇല്ലാത്തത്. ഏതായാലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്നല്ലേ? ഭൂമി കുടിക്കുന്നുണ്ട് നാട്ടിലെന്നല്ല, ഇവിടെ തായിഫിലും ഇവിടെയൊക്കെ ഉണ്ടല്ലോ മഴ അല്ലെ? തായിഫിലും അബഹ പോലെ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ മഴ ഉണ്ട്. അവിടെയൊക്കെ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ജിദ്ദ, മക്ക ഈ 2 സ്ഥലങ്ങളിലാണ് വലിയ പ്രശ്നങ്ങളുള്ളത്. ഇവിടെ ഭൂമി കുടിക്കാത്തത് കൊണ്ട്, അതായത് ഒരിപ്പം മഴ ഇപ്പൊ കഴിഞ്ഞ പിന്നെ 17-ാം തീയതി മഴ പെയ്താൽ മഴന്റെ വെള്ളപ്പോഴും കിടക്കുകയാണ് പല സ്ഥലങ്ങളിലും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഇപ്പൊ ഞങ്ങള് പിന്നെ ജോലിക്ക് പോകുന്നതിന്റെ മുമ്പ് പെയ്യാണെങ്കിൽ ജോലിക്ക് പോകുന്നതിന്റെ മുമ്പ് പെയ്യാണെങ്കിൽ വിചാരിച്ചിങ്ങനെ ഇരിക്കാൻ എല്ലാവരും. എന്നാൽ ജോലിക്ക് പോകണ്ടല്ലോ പേരും പറഞ്ഞിട്ട്. മഴ പെയ്താൽ പിന്നെ അവിടെ അവധിയാണേ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവധി കൊടുക്കല്ലാതെ കൊടുത്തില്ല. കാരണം ജോലി എടുക്കാൻ കഴിയില്ല, സ്കൂളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, സ്കൂള് പിന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓഫീസിൽ പോയാലും തിരിച്ചു വരാൻ കഴിയില്ല. അങ്ങനെയൊക്കെ അവസ്ഥ. മാഷാ അല്ലാഹ്. പുജമാന ഉസ്താദ് വന്നോ?